ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. നമ്മളെ ഐശ്വര്യമായ സമൃദ്ധിയായ അനുഗ്രഹങ്ങൾ ഇന്ന് രാത്രി കാല സ്വർഗത്തിലെ ദൈവം പകുതിയാവും. നമ്മൾ എന്നും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. ഫിലദൽഫിയയിൽ നിന്നും സിസ്റ്റർ റൂബി ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. പാട്ടിനായി കർത്താവിന്റെ രാശിയെ ശരിക്കും നമുക്ക് പ്രാർത്ഥന പാട്ട് നമുക്ക് ആസ്വദിക്കാം. കേൾക്കാവോ പാസ്റ്റർ? കേൾക്കാം കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ഓക്കെ. ദൈവനാമം മഹത്വം ഉണ്ടാകട്ടെ. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന സാധനോടും കുടുംബത്തിനോടുമുള്ള നന്ദിയെ ഞാൻ അറിയിക്കുന്നു. ദൈവനാമ മഹത്വത്തിനായി ഒരു പാട്ട് പാടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. യേശുവേ നിൻ തിരുപാദം നമിച്ചേ, നീ മതി നീ മതിയേ. യേശുവേ നിൻ തിരുപാദം നമിച്ചേ, നീ മതി നീ മതിയേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. നല്ലവനെ വല്ലഭനെ ആരാധനെ ആരാധനെ. നല്ലവനെ വല്ലഭനെ ആരാധനെ ആരാധനെ. നീ ചെയ്ത നന്മകളോരോന്നുമോർത്താൽ ഉള്ളം നിറയും നാഥ. നീ ചെയ്ത നന്മകളോരോന്നുമോർത്താൽ ഉള്ളം നിറയും നാഥ. പരിശുദ്ധ രക്തം എൻപേർക്കായി ചിന്തി നന്ദി നന്ദി നാഥ. പരിശുദ്ധ രക്തം എൻപേർക്കായി ചിന്തി നന്ദി നന്ദി നാഥ. പരിശുദ്ധനെ ഉന്നതനെ ആരാധനെ ആരാധനെ. പരിശുദ്ധനെ ഉന്നതനെ ആരാധനെ ആരാധനെ. എന്തെന്തോ ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല. എന്തെന്തോ ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥ, നിശ്ചയം നിശ്ചയമേ. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥ, നിശ്ചയം നിശ്ചയമേ. രക്ഷകനെ യേശുനാഥ ആരാധനെ ആരാധനെ. രക്ഷകനെ യേശുനാഥ ആരാധനെ ആരാധനെ. യേശുവേ നിൻ തിരുപാദം നമിച്ചേ, നീ മതി നീ മതിയേ. യേശുവേ നിൻ തിരുപാദം നമിച്ചേ, നീ മതി നീ മതിയേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദം ആനന്ദമേ.
പ്രൈസ് ദി ലോർഡ്. എന്നെ ശ്രമിച്ച എല്ലാവർക്കും നന്ദി കരേറ്റുന്നു. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. താങ്ക് യു ഫോർ ബ്യൂട്ടിഫുൾ സോങ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗാനം ആലപിക്കുവാനും കർത്താവിന് ദാസിയ ദൈവം സഹായിച്ചല്ലോ. കുടുംബവായികളെ ഐശ്വര്യമായ കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. കുലമാപ്രകടനം അനുഗ്രഹമാക്കി ദൈവം നിർത്തി തുടർന്നാനും ഹല്ലേലൂയ പാട്ടുകളൊക്കെയും പാടുവാനും ഹല്ലേലൂയ വചനം ശുശ്രൂഷിപ്പാനും ലടിയുവാനും ഒക്കെയും കർത്താവ് അഭിഷേകവും ദൈവകൃപയും ഹല്ലേലൂയ അധികമായി പരുമാറാകട്ടെ. ഹല്ലേലൂയ. നല്ല സ്വരവും നല്ല ശബ്ദവും കർത്താവ് കൊടുത്തിരിക്കുന്ന കർത്താവിന് വേണ്ടി പാടുവാൻ ദീർഘായുസ്സോടെ ദൈവം തലമുറകളായി അവിടുന്ന് ഹല്ലേലൂയ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കപ്പെട്ടൊരു ഗാനമായിരുന്നു. ഹല്ലേലൂയ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. വചന സൂക്ഷിക്കായി കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനെ ഒക്കലമ്മ സീറ്റിൽ നിന്നും ഒക്കലമ്മ പ്രകടനത്തിലേക്ക് ആദരവോടെ സ്നേഹത്തോടും കൂടെ ക്ഷണിക്കുന്നു. യഹോവേ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കുന്നുള്ള പ്രാർത്ഥന നമുക്കായിരിക്കാം. താങ്ക് യു പാസ്റ്റർ എബ്രഹാമത്തായി. ദൈവസന്നിധിയിലായിരിക്കുന്ന ഏവരെയും ഓർത്തുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്ന് സന്ധ്യയെങ്കിലേ നമ്മുടെ വചന പഠനം നമുക്ക് ഏവർക്കും അനുഗ്രഹമായി തീരുവാൻ സ്വർഗത്തിലെ ദൈവം അവിടുത്തെ ദിവ്യ ആത്മാവിനാൽ കാരണമാക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. എസ്കറ്റോളജിക്കൽ പഠനം, യുഗാന്ത്യ ശാസ്ത്ര പഠനമാണല്ലോ നാം ഏതാണ്ട് ഒരു 4 മാസത്തിൽ പരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ കണ്ടിന്യൂവേഷനായി തുടർമാനമായി ഇന്ന് രാത്രിയിലും നമുക്ക് ചിന്തിക്കാം. ഇതിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ദൈവത്തിന് സ്തോത്രം. എഹെസ്കേൽ പ്രവചനം 36-ാം അധ്യായത്തിന്റെ 1 മുതൽ 10 വരെയുള്ള വേദഭാഗങ്ങളും 35, 36, 37 വാക്യങ്ങളും വായിച്ച് സഹായിക്കണം. 36-ന്റെ 1 മുതൽ 10 വരെ. നീയോ മനുഷ്യപുത്ര, ഇസ്രയേൽ പർവ്വതങ്ങളോട് പ്രവചിച്ച് പറയേണ്ടത്: ഇസ്രയേൽ പർവ്വതങ്ങളെ, യഹോവയുടെ വചനം കേൾപ്പീൻ. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ശത്രു നിങ്ങളെ കുറിച്ച് നന്നായി പുരാതന ഗിരികൾ ഞങ്ങൾക്ക് കൈവശമായിരിക്കുന്നു എന്ന് പറയുന്നു. അതുകൊണ്ട് നീ പ്രവചിച്ചു പറയേണ്ടത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ജാതികളിൽ ശേഷിച്ചവർക്ക് കൈവശമായി തീരത്തക്കവണ്ണം അവർ നിങ്ങളെ ശൂന്യമാക്കി നിങ്ങളെ ചുറ്റും നിന്ന് കപ്പിക്കളയുന്നത് കൊണ്ട് നിങ്ങൾ വായാളികളുടെ അധരങ്ങളാൽ പെട്ട് ലോകരുടെ അപവാദ വിഷയമായി തീർന്നിരിക്കൊണ്ടും ഇസ്രയേൽ പർവ്വതങ്ങളെ, യഹോവയായ കർത്താവിന്റെ വചനം കേൾപ്പീൻ. മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പാഴായിരിക്കുന്ന ശൂന്യപ്രദേശങ്ങളോടും നിർജ്ജനവും ചുറ്റുമുള്ള ജാതികളിൽ ശേഷിച്ചവർക്ക് കവർച്ചയും പരിഹാസവുമായി ഭവിച്ചിരിക്കുന്ന പട്ടണങ്ങളോടും യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: ജാതികളിൽ ശേഷിച്ചവരോടും എല്ലാ ഏദോമിനോടും ഞാൻ നിശ്ചയമായി എന്റെ തീഷ്ണാഗ്നിയോടെ സംസാരിക്കും. അവർ എന്റെ ദേശത്തെ കവർച്ചയ്ക്കായി തള്ളിക്കളവാൻ തക്കവണ്ണം അതിനെ പൂർണ്ണ ഹൃദയ സന്തോഷത്തോടും നിന്നാഭാവത്തോടും കൂടെ ഞങ്ങൾക്ക് അവകാശമായി നിയമിച്ചുവല്ലോ. അതുകൊണ്ട് നീ ഇസ്രയേൽ ദേശത്തെ കുറിച്ച് പ്രവചിച്ച് മലകളോടും കുന്നുകളോടും തോടുകളോടും താഴ്വരകളോടും പറയേണ്ടത്: യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ ജാതികളുടെ നിന്ദയെ വഹിച്ചതുകൊണ്ട് ഞാൻ എന്റെ തീഷ്ണതയോടും എന്റെ ക്രോധത്തോടും കൂടെ സംസാരിക്കുന്നു. അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങളുടെ ചുറ്റുമുള്ള ജാതികൾ നിശ്ചയമായി നിങ്ങളുടെ ലജ്ജ വഹിക്കും എന്ന് ഞാൻ കൈ ഉയർത്തി സത്യം ചെയ്യുന്നു. നിങ്ങളോ, ഇസ്രയേൽ പർവ്വതങ്ങളെ, എന്റെ ജനമായ ഇസ്രയേൽ വരുവാൻ അടുത്തിരിക്കൊണ്ട് കൊമ്പുകളെ നീട്ടി അവർക്ക് വേണ്ടി ഫലം കായ്പീൻ. ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിരിക്കുന്നു. ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. നിങ്ങളിൽ കൃഷിയും വിതയും നടക്കും. ഞാൻ നിങ്ങളിൽ മനുഷ്യരെ
ഇസ്രയേൽ ഗൃഹം മുഴുവനെയും തന്നെ വർദ്ധിപ്പിക്കും. പട്ടണങ്ങളിൽ നിവാസികൾ ഉണ്ടാകും, ശൂന്യ പ്രദേശങ്ങളെ പണിയും. 35-ാം വാക്യം. ശൂന്യമായി കിടന്നിരുന്ന ദേശം ഏദോം തോട്ടം പോലെ ആയി തീർന്നുവല്ലോ. പാഴും ശൂന്യവുമായി കിടന്നിരുന്ന പട്ടണങ്ങൾ ഉറപ്പും നിവാസികളുമുള്ളവയായി തീർന്നുവല്ലോ എന്നവർ പറയും. ഇടിഞ്ഞു കിടക്കുന്ന പട്ടണങ്ങളെ യഹോവയായ ഞാൻ പണിത് ശൂന്യ പ്രദേശത്ത് നടുതല വെച്ചാക്കി എന്ന് നിങ്ങളുടെ ചുറ്റും ശേഷിച്ചിരിക്കുന്ന ജാതികൾ അന്ന് അറിയും. യഹോവയായ ഞാൻ അരുളി ചെയ്തിരിക്കുന്നു, ഞാൻ നിവർത്തിക്കുകയും ചെയ്യും. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഇസ്രയേൽ ഗൃഹം എന്നോട് അപേക്ഷിച്ചിട്ട് ഞാൻ ഒന്നുകൂടെ ചെയ്യും. ഞാൻ അവർക്ക് ആളുകളെ ആട്ടിൻകൂട്ടത്തെ പോലെ വർദ്ധിപ്പിച്ചു കൊടുക്കും. ശൂന്യമായി പോയിരുന്ന പട്ടണങ്ങൾ വിശുദ്ധമായ ആട്ടിൻകൂട്ടം പോലെ, ഉത്സവങ്ങളിൽ യെരൂശലേമിലെ ആട്ടിൻകൂട്ടങ്ങൾ പോലെ തന്നെ മനുഷ്യരാകുന്ന ആട്ടിൻകൂട്ടം കൊണ്ട് നിറയും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ആമേൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടാകണമേ. സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനമാണല്ലോ ഏഴകൾ വായിച്ചത്. ഞങ്ങളുടെ ഹൃദയങ്ങളുടെ അന്തർഭാഗങ്ങളിലേക്ക് അവിടുത്തെ ആത്മാവിനാൽ അവിടുത്തെ വചനം ഇറങ്ങിച്ചെല്ലുവാൻ ഇന്ന് രാത്രിയിൽ കാരണമാക്കണമേ. ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടെ ഇരിക്കുന്ന അവിടുത്തെ ജനം അനുഗ്രഹം പ്രാപിക്കട്ടെ. ദൈവകൃപയുടെ ബഹുത്വം അനുഭവിപ്പാൻ ഞങ്ങളെ ഏവരെയും സഹായിക്കണമേ. തിരുനാമം മഹത്വപ്പെടണമേ. എതിരായുള്ള ദുഷ്ടശക്തികളെ ഫൽസിക്കണമേ. യേശുരക്ഷകന്റെ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ ഏതാണ്ട് 4 മാസത്തിനു മുമ്പേ എല്ലാ പ്രവചന പുസ്തകങ്ങൾക്കും പ്രവാചകന്മാർക്കും 2 വലിയ ശുശ്രൂഷകൾ ഉണ്ട് എന്ന് നാം ചിന്തിക്കുകയുണ്ടായി, പഠിക്കുകയുണ്ടായി. ഒന്ന് മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ളതായ ശുശ്രൂഷ, 2 ടെലസ്കോപ്പിക് ആയിട്ടുള്ള ശുശ്രൂഷ. ഈ 2 ശുശ്രൂഷകളും അത് എല്ലാ പ്രവചന പഴയ പുതിയ നിയമങ്ങളിലെ പ്രവചന ശുശ്രൂഷകളിൽ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. അതായത് ഞാൻ ഒന്നുകൂടെ ഓർപ്പിച്ചുണർത്തട്ടെ. നമുക്കറിയാമെങ്കിൽ തന്നെയും മൈക്രോസ്കോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ ശോധന ചെയ്ത് നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ കാര്യങ്ങൾ ആനലൈസ് ചെയ്ത് ശുദ്ധീകരണം പ്രാപിക്കുവാൻ, യഥാസ്ഥാനപ്പെടുവാൻ, പാപങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാൻ, നമ്മളെ തന്നെ ഒരു സ്വയശോധന ചെയ്യുന്നതായ പ്രവർത്തനമാണ് മൈക്രോസ്കോപ്പിക്. ഒരു മൈക്രോസ്കോപ്പ് എടുത്തിട്ട് ബാക്ടീരിയയൊക്കെ ചെറുതായിട്ട് മൈന്യൂട്ട് നമ്മുടെ കണ്ണുകൾക്ക് കാണുവാൻ കഴിയാത്തതായ ബാക്ടീരിയയൊക്കെ വലുതായി അങ്ങനെ നാം അത് പഠിച്ച് പല രോഗത്തിനും ചികിത്സയ്ക്കായി മരുന്നുകൾ കണ്ടുപിടിക്കുന്നത് പോലെ ഒരു പാപിയെ മൈക്രോസ്കോപ്പ് കൊണ്ട് ശോധന ചെയ്ത്, പാപി എന്ന് മാത്രമല്ല ഏതു മനുഷ്യനെയും ആത്മീകനെയും അനാത്മീകനെയും ഒന്നുപോലെ മൈക്രോസ്കോപ്പ് കൊണ്ട് ശോധന ചെയ്ത് ആ മൈക്രോസ്കോപ്പിൽ കൂടെ ആ വ്യക്തിയുടെ അവസ്ഥ വെളിപ്പെടുത്തി ദൈവസന്നിധി യഥാസ്ഥാനപ്പെടുവാനും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് കർത്താവിൽ വർദ്ധിച്ചു വരുവാനുമുള്ള ശുശ്രൂഷയാണ് മൈക്രോസ്കോപ്പിക് ശുശ്രൂഷ. ടെലസ്കോപ്പിക് ശുശ്രൂഷ എന്ന് പറയുന്നത് നമുക്കറിയാം. ടെലസ്കോപ്പ് എന്ന് പറയുന്നത് ദൂരെയുള്ളത് അടുത്ത് കാണുന്നതായ കാര്യം, ഉപകരണത്തെയാണ് ടെലസ്കോപ്പ് എന്ന് പറയുന്നത്. അതാണ് പ്രവചനത്തിലെ 2ാമത്തെ ശുശ്രൂഷ. എല്ലാ പ്രവാചകന്മാരുടെ ശുശ്രൂഷയും നാം കാണുമ്പോൾ അവർ ഓരോരുത്തരുടെ അവസ്ഥ വെളിപ്പെടുത്തി ഇന്ന അവസ്ഥയിൽ നിങ്ങളായിരിക്കുന്നു, മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ ന്യായവിധി ഉണ്ടാകും എന്നൊക്കെയും വിളിച്ചു പറയുന്നതാണ് പ്രധാനപ്പെട്ട ശുശ്രൂഷ. 2ാമതായി പ്രവാചകന്മാരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് ഭാവിയിൽ വരുവാനുള്ള സംഗതികളെ ദിവ്യ ആത്മാവിനാൽ ദർശനത്തിൽ കൂടോ വെളിപ്പാടിൽ കൂടോ പ്രവചന ആത്മാവിൽ കൂടോ കണ്ട് അത് ജനത്തിനെ വെളിപ്പെടുത്തി കൊടുത്തിട്ട് ആ ഒരു ഉന്നതിയിലേക്കോ ആ ഒരു തകർച്ചയിലേക്കോ, തകർച്ചയാണെങ്കിൽ തകർച്ചയിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതിന് വേണ്ടിയോ ഒക്കെ ജനത്തെ ഒരുക്കുന്ന ആ ശുശ്രൂഷയാണ്
ടെലസ്കോപ്പിക് ശുശ്രൂഷ എന്ന് പറയുന്നത്. യെഹെസ്കേൽ പ്രവചനം 38 അധ്യായം, യെഹെസ്കേൽ പ്രവചനം 1 അധ്യായം മുതൽ 32 അധ്യായം വരെ മൈക്രോസ്കോപ്പിക് ശുശ്രൂഷയായിരുന്നു. അതായത് ജനത്തിന്റെ അവസ്ഥ എന്തെന്ന് വളരെ വ്യക്തമായി ദൈവത്തിന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തി കൊടുത്ത് അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കേണ്ടതിന് വേണ്ടിയുള്ള ശുശ്രൂഷയായിരുന്നു. അത് ഇസ്രയേൽ ഗോത്രങ്ങൾക്കും 25 അധ്യായം മുതൽ 32 അധ്യായം വരെ ചുറ്റുപാടുമുള്ള സർവ്വലോകത്തിലുമുള്ള ജാതികളുടെ ന്യായവിധിയുടെ കാരണവും വെളിപ്പെടുത്തി കർത്താവിലേക്ക് കടന്നു വരുവാനുള്ള ശുശ്രൂഷയായിരുന്നു യെഹെസ്കേൽ പ്രവചനം 1 അധ്യായം മുതൽ 32 അധ്യായം വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഞാനിപ്പോ ഓർപ്പിച്ചതുപോലെ അതിന് 2 ഭാഗങ്ങളാണുള്ളത്. ഒന്ന് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ, ജാതികളോടുള്ള ബന്ധത്തിൽ. ദൈവത്തിന്റെ ന്യായവിധിയിൽ നിന്ന് ഒരുവനും ഒഴിഞ്ഞിരിപ്പില്ല. അത് ഇസ്രയേലാണെങ്കിലും ജാതികളാണെങ്കിലും അവസ്ഥ കണ്ട് കർത്താവിലേക്ക് കടന്നു വന്ന് യഥാസ്ഥാനപ്പെട്ടാൽ അവന് വിമോചനമുണ്ട് എന്നുള്ളത് നമുക്ക് ദൈവവചനം പഠിപ്പിക്കുന്നു. 33 അധ്യായം മുതൽ 48 അധ്യായം വരെ യെഹെസ്കേൽ പ്രവചനം ടെലസ്കോപ്പിക് ഉള്ളതായ കാര്യങ്ങളാണ്. ഇസ്രയേലിന്റെ വരുവാനുള്ള വലിയ അനുഗ്രഹവും അതേ സന്ദർഭത്തിൽ ഇസ്രയേലിനെ ദണ്ഡിപ്പിക്കുന്നതായ ലോകശക്തികളുടെയും ജാതികളുടെയും നാശത്തെ വെളിപ്പെടുത്തുന്നതാണ് യെഹെസ്കേൽ പ്രവചനം 33 മുതൽ 48 വരെയുള്ളതായ അധ്യായങ്ങൾ. 48 അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവം തന്നെ ഇറങ്ങി വന്ന് അവരുടെ മധ്യത്തിൽ വസിച്ച് ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം എന്ന് പറയത്തക്കവണ്ണം ഏറ്റവും ഉന്നതമായ അവസ്ഥയിലേക്ക് കടന്നു വരുന്നതാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇനിയും നാം ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ദിവസങ്ങളിൽ 2-3 ആഴ്ചയായിട്ട് ടെലസ്കോപ്പിക് ശുശ്രൂഷകളാണ് നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വരും കാലത്ത് സംഭവിക്കുവാനുള്ള കാര്യങ്ങളാണ്. 2 കാര്യങ്ങളാണ് വരും കാലത്ത് സംഭവിക്കുവാനുള്ളത്. ഒന്ന്, ദൈവജനത്തിന്റെ യഥാസ്ഥാനം. കഷ്ടങ്ങളിൽ കൂടെയും കണ്ണുനീരിൽ കൂടെയും കടന്നു പോകുന്ന ദൈവജനത്തിനുണ്ടാകുവാനുള്ള ഭാവിയിലെ വിടുതൽ, അനുഗ്രഹം, സന്തോഷം, സമാധാനം, കർത്താവുമായിട്ടുള്ള വാസം. രണ്ടാമതായിട്ട് ദൈവത്തെ ഉപേക്ഷിച്ച് ദൈവത്തെ ഓർക്കാതെ ദൈവനാമത്തിന് ദോഷം വരുത്തി ദൈവമക്കളെ ഉപദ്രവിക്കുന്നതായ ജാതികളുടെ മേലുള്ള നിത്യ ന്യായവിധി. ഇവയാണ് ടെലസ്കോപ്പിക് ശുശ്രൂഷയിൽ കൂടെ യെഹെസ്കേൽ പ്രവചനം 33 അധ്യായം മുതൽ 48 അധ്യായം വരെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ 33 അധ്യായം ഒരു പ്രത്യേക അധ്യായമാണ്. ഒരു പ്രിപ്പറേഷൻ ഉണ്ടാകുന്നതായ അധ്യായമാണ്. ഹല്ലേലൂയ, സ്തോത്രം. നാം ഒരു പുസ്തകം എടുത്ത് പഠിക്കുക. ആ പുസ്തകം പഠിക്കുന്നതായ സന്ദർഭത്തിൽ ഒരു പ്രിഫൈസ് കാണും, ആമുഖം അല്ലെങ്കിൽ മുഖവര കാണും, പിന്നെ ഒരു ഇൻഡെക്സ് ചാപ്റ്റർ കാണും. ആ ഇൻഡെക്സ് ചാപ്റ്ററിനകത്ത് ഓരോ അധ്യായങ്ങളിലെയും പ്രധാന കാര്യങ്ങൾ അതിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കും. അധ്യായ സംഗ്രഹങ്ങളൊക്കെ ആ ഇൻഡെക്സ് ചാപ്റ്ററിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ 33 അധ്യായത്തിൽ ടെലസ്കോപ്പിക് ശുശ്രൂഷയിലേക്ക് പ്രവാചകനെ ഒരുക്കിയെടുക്കുന്നതാണ് കാണുവാൻ സാധിക്കുന്നത്. പ്രവാചകനോട് പറയുകയാണ്, ഞാൻ നിന്നെ എന്റെ ജനത്തിന്റെ വാച്ച്മാനായിട്ട് കാവൽക്കാരനായിട്ട് ആക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് 33 അധ്യായം ആരംഭിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. പ്രതിഫലം നോക്കിയിട്ടോ, ഹല്ലേലൂയ, സ്തോത്രം, അല്ലെങ്കിൽ വലിയൊരു സ്ഥാനം നോക്കിയിട്ടോ ഒന്നുമല്ല പ്രവാചകനെ ആ ശുശ്രൂഷ ഏൽപ്പിക്കുന്നത്. പഴയ നിയമ പ്രവാചകന്മാരെ, ശ്രേഷ്ഠന്മാരെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് പൗരോഹിത്യ ശുശ്രൂഷ, ആലയത്തിൽ പുരോഹിത ശുശ്രൂഷ ചെയ്യുന്നവർക്ക് ആലയത്തിലെ അനുഗ്രഹങ്ങൾ കൊണ്ട് ജീവിപ്പാൻ തക്കവണ്ണം സാധിക്കും. എന്നാൽ പ്രാവചനിക ശുശ്രൂഷ ചെയ്യുന്ന പലർക്കും ഹല്ലേലൂയ പ്രത്യേക അനുഗ്രഹങ്ങളോ ഒന്നും സാധാരണയായി ലഭിക്കാറില്ല. ഒരുപക്ഷെ നിന്ദയും അപമാനവും കഷ്ടങ്ങളും ഒക്കെയാണ് ഉണ്ടാകുന്നത്. പ്രവാചകനായ യെഹെസ്കേലിനോടുള്ള ബന്ധത്തിലും
പ്രവാചകനെ ഒരു അടയാളമാക്കി മാറ്റിയിരിക്കുന്നത് കൊണ്ട് തന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന നിന്ദകൾ, കഷ്ടപ്പാടുകളൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. 4-ാം അധ്യായം വായിച്ചു നോക്കുക. ജനത്തിന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഇടം വശം തിരിഞ്ഞും വലം വശം ചരിഞ്ഞും ഏതാണ്ട് 400 ദിവസങ്ങളോളം പ്രവാചകൻ തിരിഞ്ഞും മറിഞ്ഞും മാറിപ്പോകാതെ തന്നെ കയറുകൊണ്ട് കെട്ടി ആ ജനത്തിന് വേണ്ടി ഇടിവിൽ നിന്ന് അവരുടെ പാപങ്ങളെ വഹിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതും മിതമായ ഭക്ഷണം കഴിച്ച് ഒരു നേരത്തെ ഏതാണ്ട് ചെറിയ ഭക്ഷണം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നതായ പ്രവാചകന് ഒരു പ്രവാചക ശുശ്രൂഷയുടെ പിന്നിലുള്ള കഷ്ടപ്പാടുകളും സമർപ്പണവും നമുക്കവിടെ കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. 3 പ്രാവശ്യമാണ് പ്രവാചകനോട് യെഹെസ്കേൽ പ്രവചനത്തിൽ ഞാൻ നിന്നെ കാവൽക്കാരനാക്കിയിരിക്കുന്നു, ഒരു വാച്ച്മാൻ ആക്കിയിരിക്കുന്നു. ഞാൻ ആ ഭാഗത്തേക്ക് സുദീർഘമായി പറയുന്നില്ല. ഇതിനു മുമ്പേ ഒരു വാച്ച്മാന്റെ ഡ്യൂട്ടി എന്താണ്, ഒരു വാച്ച്മാനെ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണമെന്നൊക്കെയുള്ളത് നാം പഠിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ അത് പറഞ്ഞുകൊണ്ട് മുമ്പോട്ട് പോവുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രവാചകന്റെ ശുശ്രൂഷയിൽ ഒരു പദവികളുമില്ലായിരുന്നു. ഞാൻ ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ ഇടതുവശവും വലതുവശവും തിരിഞ്ഞ് സ്വന്തം ജനങ്ങളുടെ പാപം വഹിച്ചുകൊണ്ട് കഷ്ടപ്പാട്, ഭക്ഷണമില്ലാതെയുള്ള ജീവിതം, സത്യം പറയുന്നതിനാൽ ജനങ്ങളാലുള്ള വെറുപ്പ്, പ്രവാസത്തിലായതുകൊണ്ട് ദുഃഖം, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുവാൻ സാധിക്കാഞ്ഞതിലുള്ള ഹൃദയത്തിന്റെ വിങ്ങൽ, താൻ ഒരു അടയാളമായി മാറിയതിനാലുള്ള വൈഷമ്യം, തന്റെ കണ്ണിനെ ആനന്ദമായ സഹധർമ്മിണിയുടെ പെട്ടെന്നുള്ള വേർപാട്, ആഴമായ ആഘാതം, യെരൂശലേം പിടിക്കപ്പെട്ടതിനാലും ദൈവാലയം ചുട്ടുകളയപ്പെട്ടതിനാലുള്ള വലിയ ദുഃഖം, ദൈവിക ദർശനങ്ങളും പ്രവചന ശുശ്രൂഷകളിൽ കൂടിയുള്ളതായ ശുശ്രൂഷകളാലുള്ള ഹൃദയ ഇടിപ്പ്, വേദന, ഇവയൊക്കെയാണ് നമുക്ക് പ്രവാചകന്മാർക്കും വിശേഷാൽ ഇവിടെ യെഹെസ്കേൽ പ്രവാചകനും ലഭിച്ചത് എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏതോ പണക്കാരനാകുവാനോ, ഏതോ വലിയ സ്ഥാനം ലഭിക്കുവാനോ, ഏതോ മഹാനായി നടക്കുവാനോ ആയിട്ടല്ല കർത്താവിന്റെ ശുശ്രൂഷ നാം ഏറ്റെടുക്കേണ്ടത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തലന്മാരോട് പറഞ്ഞത്, ഹല്ലേലൂയ, നിങ്ങളെ ലോകം വെറുക്കും, ഹല്ലേലൂയ, നിങ്ങളെ ന്യായാധിപന്മാരുടെ മുമ്പിൽ വലിച്ചു കെട്ടി കൊണ്ടുപോകും, അതിൽ നിങ്ങൾ വിഷമിക്കരുതേ. ന്യായാധിപന്മാരോട് എന്റെ സാക്ഷ്യം പറയുവാൻ തക്കവണ്ണം ഞാൻ ഒരുക്കുന്ന വഴികളാണ്. ഒരു ഉദാഹരണം ദൈവത്തിന്റെ ആത്മാവിന്റെ ഹൃദയത്തിൽ ഇപ്പോൾ തോന്നിച്ചത് ഞാൻ വിളിച്ചു പറയട്ടെ. ഹല്ലേലൂയ. ശൗലിനെ കർത്താവിലേക്ക് വിളിച്ചതായ സന്ദർഭത്തിൽ പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ ശൗലിനോട് പറയുകയാണ്, അവൻ കടന്നു പോകുവാൻ പോകുന്ന കഷ്ടതകൾ അനന്യാസിനോട് പറയുകയാണ്. അവൻ എന്റെ വിശ്വസ്ത വേല ചെയ്യുകയും അവന്റെ മുമ്പിലുള്ള കഷ്ടതകളും വലിയതാണ്. ഹല്ലേലൂയ. എന്നിട്ട് ശൗലിനോട് പറയുകയാണ്, ഞാൻ നിന്നെ ജാതികൾക്ക്, ഞാൻ നിന്നെ സ്വന്തം ജനത്തിന്, ഞാൻ നിന്നെ രാജാക്കന്മാരുടെ മുമ്പിൽ എന്റെ സാക്ഷിയാക്കും. എങ്ങനെയാണ് അവർ സാക്ഷിയായത്? ഹല്ലേലൂയ. 22-ാം അധ്യായം നോക്കുക. 3 ഇടങ്ങളിലാണ് ശൗലിന്റെ സാക്ഷ്യം കാണുവാൻ സാധിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായം, പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായം, പ്രവൃത്തികളുടെ പുസ്തകം 26-ാം അധ്യായത്തിലാണ്. പ്രവൃത്തികളുടെ പുസ്തകം 9-ാം അധ്യായത്തിൽ ജാതികളുടെ വെളിച്ചമായി ഒരു വലിയ സാക്ഷ്യമായി തീരുവാനുള്ള ഉന്നത വിളിയുടെ ആ മഹത്തായ പ്രവർത്തനമാണ് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. പ്രവൃത്തികളുടെ പുസ്തകം 22-ാം അധ്യായത്തിൽ ജാതികൾക്ക് മാത്രമല്ല യഹോദനും ജീവനുള്ള ദൈവമായിരുന്നു ക്രിസ്തുവെന്നും മാനവജാതിയുടെ പാപത്തിനു വേണ്ടി ഇസ്രയേലിന്റെ മശിഹയായിട്ടാണ് അവൻ വന്നതുമെന്നും സത്യമായി വിളിച്ചു പറയുന്ന ആ ശൗലിനെയാണ് നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അവൻ അടിയേക്കപ്പെട്ടു, അതുകൊണ്ട് അവൻ ശിക്ഷിക്കപ്പെട്ടു, അവൻ മരിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് സഹസ്രാധിപൻ അവനെ വലിച്ചെടുത്തുകൊണ്ട് പോകുകയായിരുന്നു. അല്ലെങ്കിൽ അവിടെ വെച്ച് അവർ അവനെ ചുട്ടുകളയുമായിരുന്നു. ജയിൽവാസം അനുഭവിച്ചു. അങ്ങനെയാണ് അവിടെ നിന്ന് തന്നെ അപഹരിച്ചു കളയും, തന്റെ ജീവൻ കൊന്നുകളയുമെന്നുള്ളതായ അവസ്ഥ മനസ്സിലാക്കിയപ്പോഴാണ് സഹസ്രാധിപൻ പെട്ടെന്ന് തന്നെ കൈസരിയയിലേക്ക് അയക്കുന്നത് കാണുവാൻ സാധിക്കുന്നത്.
കൈസരിയയിൽ ചെന്നിട്ട് കൈസരിയയിൽ വെച്ചാണ് അവൻ രാജാക്കന്മാരോട് സംസാരിക്കുന്നത്. അഗ്രിപ്പായോടെ ഫെസ്തോസിനോടും ഒക്കെ നിന്നുകൊണ്ട് അല്ലയോ അഗ്രിപ്പ രാജാവേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂന്നാമതായി സാക്ഷ്യം നിൽക്കുന്നത് 26-ാം അധ്യായം പ്രവർത്തികളുടെ പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നു. ഈ ശ്രേഷ്ഠമേറിയ ശുശ്രൂഷകളുടെ മുമ്പിലൊക്കെ പ്രവാചകൻ ജയിൽവാസം അനുഭവിച്ചു, അടി കൊണ്ടു, നിന്നയേറ്റു, പട്ടിണി കടന്നു, എല്ലാ പരിഹാസവും ഏറ്റു. ഒരു സാധാരണ വ്യക്തിയല്ലായിരുന്നു. ഗമാലിയേലിന്റെ കീഴിൽ നിന്ന് ഉന്നതമായ വിദ്യാഭ്യാസം നേടി സെന്നിത്തിരി സംഘത്തിന്റെ അംഗമായി ആ ന്യായപ്രമാണം അരച്ചു കുടിച്ച ഒരു മഹാനാണ് ഈ ക്രിസ്തുവിന്റെ നാമനിമിത്തം കഷ്ടതയിൽ കൂടെ കടന്നുപോയത്. ദൈവവൈദ്യരെ ഇന്ന് ഓർക്കണം, കർത്താവിനെ സ്നേഹിക്കുന്നത് ഈ ലോകത്തിൽ ഏതാണ്ട് പദവി കിട്ടുവാനോ, ഏതോ സ്ഥാനം കിട്ടുവാനോ, ഏതോ മാനം കിട്ടുവാനോ, എല്ലാവരും പൊക്കിക്കൊണ്ട് നടക്കുവാനോ ഒന്നുമല്ല. ആ ദൈവത്തെ വിളിക്കുന്നവർക്ക് ഈ മാനങ്ങളൊക്കെ കിട്ടുന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ അതിനെതിരല്ല പറയുന്നത്. എന്നാൽ ഹല്ലേലൂയ, പീഡനത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ ദൈവം ആഗ്രഹിക്കുന്ന ഒന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. രാജാക്കന്മാരുടെ മുമ്പിൽ, ജാതികളുടെ മുമ്പിൽ ഞാൻ നിന്നെ സാക്ഷിയാക്കുവാനായിട്ടാണ് അപ്പോസ്തലന്മാരോട് പറയുന്നത്. നിങ്ങൾ വലിയ കഷ്ടത്തിൽ കൂടെ കടന്നു പോകുമെന്നാണ്. ഹല്ലേലൂയ, യേശു രക്ഷകനോട് കൂടെ 3.5 വർഷം നടന്ന അപ്പോസ്തലന്മാർക്കും ഹല്ലേലൂയ 3-ാം സ്വർഗത്തോളം എടുക്കപ്പെട്ട അപ്പോസ്തലനായ പൗലോസിനും ഈ വലിയ കഷ്ടതയിൽ കൂടെ കടന്നു പോകണമെങ്കിൽ ഹല്ലേലൂയ, ഏഴകളും പുഴുക്കളുമായ നമുക്ക് എന്തു വലിയ കഷ്ടങ്ങളിൽ കൂടെ കടന്നു പോകും. അനേക കഷ്ടങ്ങളിൽ കൂടെ നാം ദൈവരാജ്യങ്ങളിൽ കടക്കേണ്ടതാകുന്നു എന്ന് നാം നമ്മുടെ മക്കളെയും നമ്മയും തന്നെ ഹല്ലേലൂയ, സ്തോത്രം, സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഹല്ലേലൂയ, കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങി കുറെ ധനമുണ്ടാക്കി, കുറെ സ്ഥാനമുണ്ടാക്കി, അങ്ങനെ അല്ലാത്തവർ വെറും പൊട്ടന്മാരാണെന്ന് നടിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ആ കാലം പോയി. ഹല്ലേലൂയ, സ്തോത്രം. സുവിശേഷ വേല ധനമുണ്ടാക്കാനായിട്ടല്ല, സ്ഥാനത്തിന് വേണ്ടിയല്ല, കർത്താവിന്റെ മഹത്വമുള്ള വേലയ്ക്ക് വേണ്ടിയാണ് എന്ന് ഒരുക്കി നമുക്ക് നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ, 33-ാം അധ്യായം ഒരു ഒരുക്കത്തിന്റെ അധ്യായമാണ്. ഹല്ലേലൂയ, പ്രവചന ശുശ്രൂഷയ്ക്ക് വിളിക്കപ്പെട്ട എഹെസ്കേലിനെ ഒരുക്കുകയാണ്. ഇത് 3-ാമത്തെ തവണയാണ് എഹെസ്കേലിനോട് പറയുന്നത്, എഹെസ്കേലേ, ഞാൻ നിന്നെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. 3-ാം അധ്യായത്തിലാണ് ആദ്യം ഇത് കേൾക്കുന്നത്, ഞാൻ നിന്നെ കാവൽക്കാരനാക്കിയിരിക്കുന്നു. എന്നാൽ 4 മുതൽ 7 വരെയുള്ള അധ്യായങ്ങളില് തന്റെ കഠിന ശോധനയേറിയ ഒരു സാധാരണക്കാരനും വഹിക്കുവാനൊക്കാത്ത വലിയ കഠിനതയേറിയതായ കാവൽക്കാരന്റെ ശുശ്രൂഷയാണ് കാണുവാൻ സാധിക്കുന്നത്. ഇതിൽ തനിക്ക് മാനം തോന്നു കാണും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ടാണ് 22-ാം അധ്യായത്തിൽ ഹല്ലേലൂയ, സ്തോത്രം, ഞാൻ നിന്നെ കാവൽക്കാരനാക്കി കാണുന്നു എന്ന് വീണ്ടും ഓർപ്പിക്കുകയാണ്. ശുശ്രൂഷയിൽ ഹല്ലേലൂയ, നാം കഷ്ടങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുമ്പോൾ തളർന്നു പോകും. അത് സ്വാഭാവികമാണ്. ഹല്ലേലൂയ, മഹാവീരനും ഭക്തനുമായ ഏലിയാവ് പോലും മതി കർത്താവേ, എന്റെ ജീവനെ എടുത്തുകൊള്ളണം എന്ന് പറഞ്ഞുകൊണ്ട് ചൂരച്ചെടിയുടെ തണലിൽ നിന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നത് കാണുവാൻ സാധിക്കും. അവനെ ഹല്ലേലൂയ കനലിന്മേൽ ചുട്ട അട കൊടുത്ത്, ആ തുരുത്തിയിലെ വെള്ളം കൊടുത്ത് ശക്തിപ്പെടുത്തി ഹോരേബോളം കൊണ്ടുപോയി അവിടെ കർത്താവ് അവനെ വീണ്ടും ബലപ്പെടുത്തി ശുശ്രൂഷയിൽ യഥാസ്ഥാനപ്പെടുത്തുന്നത് പോലെ ദൈവവൈദ്യരെ നമ്മുടെ ശുശ്രൂഷയിൽ പലപ്പോഴും നാം നിന്ദിക്കപ്പെട്ടെന്ന് വരാം, നാം കഷ്ടപ്പെട്ടെന്ന് വരാം, നമുക്ക് ഡിപ്രഷൻ ഉണ്ടായെന്ന് വരാം. യിരെമ്യാവിന്റെ ജീവിതം നോക്കുക, അവന്റെ ശുശ്രൂഷയിൽ വളരെ വ്യക്തമായി ഡീപ്പ് ഡിപ്രഷനിൽ കൂടെ കടന്നു പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ കാരണങ്ങൾ പണ്ടൊരിക്കൽ ഞാൻ പ്രസംഗിച്ചതാണ്, വേറൊരു ദിവസം ഞാൻ പറയാം. ഹല്ലേലൂയ, സ്തോത്രം. നമ്മുടെയൊക്കെയും ജീവിതത്തിൽ ഡീപ്പ് ഡിപ്രഷനിൽ കൂടെ കടന്നു പോകും. കർത്താവ് എന്നോടുകൂടെ ഉണ്ടോ എന്ന് പോലും തോന്നത്തക്കവണ്ണം കഷ്ടങ്ങളും പ്രയാസങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. ഈ സന്ദർഭത്തിലൊക്കെ
ഹല്ലേലൂയ. ഞാൻ നിന്നെ കൈവിടുകയില്ല, സദാസമയവും ഞാൻ നിന്നോടുകൂടെ ഇരിക്കുമെന്ന് അരുളി ചെയ്ത കർത്താവിനോട് പറ്റിച്ചേർന്ന് തിരുമുഖ ശോഭ നമ്മുടെ മേൽ ഉദിക്കേണ്ടതിന് വേണ്ടി നാം കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. 3-ാം തവണയാണ് എഹെസ്കേലിനോട് പറയുന്നത്, ഞാൻ വീണ്ടും നിന്നെ കാവൽക്കാരനാക്കിയിരിക്കുകയാണ്. പാപിയോട് നീ പാപി എന്ന് പറയണം, അവനെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്ന് ന്യായവിധിയിൽ നിന്ന് വിടുവിക്കണം. ഹല്ലേലൂയ. പിന്മാറ്റക്കാരനോട് നീ പിന്മാറ്റക്കാരൻ എന്ന് പറയണം, അല്ലെങ്കിൽ അവൻ പിന്മാറ്റത്തിൽ മരിച്ചു പോകും, അവൻ നിത്യ നരകത്തിൽ അകപ്പെട്ടു പോകുമെന്നാണ് 33-ാം അധ്യായത്തിൽ പറയുന്നത്. 33-ാം അധ്യായം പ്രവാചകനെ ഒരുക്കുകയാണ്. എന്തിനൊരുക്കുന്നു? ഒരു വലിയ യഥാസ്ഥാനം ഇസ്രയേലിന്റെ മുമ്പിൽ യഹോവയായ ദൈവം പ്രവാചകന് വെളിപ്പെടുത്തി കൊടുക്കുവാൻ പോകുകയാണ്. ഇസ്രായേലിന് ഒരു യഥാസ്ഥാനം ഉണ്ടാകുന്നതിന് മുമ്പ് പ്രവാചകനെ ദൈവസന്നിധിയിൽ ഒരുക്കിയെടുക്കുന്നു. ദൈവം ഈ ലോകത്തിൽ ചില പ്രവർത്തികൾ ചെയ്യുന്നതിന് മുമ്പേ ദൈവം നമ്മയാണ് ഒരുക്കുന്നത്. ഇസ്രയേൽ സ്കാറ്റർ ചെയ്ത് കിടക്കുകയാണ്, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ചിതറിക്കിടക്കുകയാണ്. ഈ ചിതറിക്കിടക്കുന്ന ഇസ്രയേല് യഥാസ്ഥാനപ്പെട്ട് നാം ഇന്ന് കാണുന്നത് പോലെ പലസ്തീൻ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് ഹല്ലേലൂയ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് കരഞ്ഞതായ പ്രവാചകനെ ദൈവം ഒരുക്കി എടുക്കുകയാണ്. എന്നിട്ടാണ് മൈക്രോസ്കോപ്പ് പ്രവാചകന്റെ കയ്യിലോട്ട് കൊടുത്ത്, എഹെസ്കേലേ നീ നോക്ക്, നീ ഇടിവിൽ നിന്ന് കരഞ്ഞില്ലേ? ഇടതുവശവും വലതുവശവും നടന്ന് എന്റെ ജനത്തിന്റെ പാപങ്ങളെ വഹിച്ചു കരഞ്ഞില്ലേ? നിന്റെ കരച്ചിൽ എന്റെ സന്നിധിയിലെത്തി, അത് മുഖാന്തരം ഞാൻ എന്റെ ജനത്തെ യഥാസ്ഥാനപ്പെടുത്തും, നീ ഒന്ന് കണ്ടോ എന്ന് പറഞ്ഞുകൊണ്ടാണ് 34-ാം അധ്യായം മുതൽ 48-ാം അധ്യായം വരെ ടെലസ്കോപ്പിക് ശുശ്രൂഷ പ്രവാചകന് കൊടുക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇതാണ് 33-ാം അധ്യായം. 34-ാം അധ്യായത്തിലേക്ക് നമുക്ക് പോകാം. 34-ാം അധ്യായത്തിൽ 2 ഭാഗങ്ങളാണ് ഉള്ളത്. 31 വാക്യങ്ങളുള്ള 34-ാം അധ്യായത്തിന്റെ 1-ാം ഭാഗം പ്രവാചകന്റെ കാലത്തും പ്രവാചകന്റെ കാലത്തിനു മുമ്പും ഇസ്രയേലിൽ ഉണ്ടായിരുന്ന ലീഡേഴ്സിൻ്റെതായിട്ടുള്ള അവസ്ഥയാണ്. പുരോഹിതന്മാര്, നാമധേയ പ്രവാചകന്മാര്, മത നേതാക്കന്മാര്, ഇവരുടെയൊക്കെ കഠിന പിന്മാറ്റവും ജനത്തെ നശിപ്പിക്കുന്നതായ ദ്രവ്യാഹികള്, അനാലികന്മാര്, ജഡീകര്, അവിശ്വസ്തര്, ഇവരുടേതായിട്ടുള്ള അവസ്ഥകളും ഇത് മുഖാന്തരം ദൈവം അവരുടെ മേൽ വരുത്തുന്ന ന്യായവിധിയുമാണ് 1-ാം വാക്യം മുതൽ 21-ാം വാക്യം വരെ യെഹെസ്കേൽ പ്രവചനം 34-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ഒരു പ്രവാചകനെ ഞാൻ മുമ്പേ ഓർപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. ടെലസ്കോപ്പിക് ആൻഡ് മൈക്രോസ്കോപ്പിക് ശുശ്രൂഷ, അതിന് വേറൊരു പേര് പറയും ഫോർടെല്ലിംഗ് ആൻഡ് ഫോർടെല്ലിംഗ്. ഫോർടെല്ലിംഗ് എന്ന് പറയുന്നത് അവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ടുള്ളതായ ശുശ്രൂഷയാണ്. ഫോർടെല്ലിംഗ് എന്ന് പറയുന്നത് മുമ്പിൽ കണ്ടുകൊണ്ട് ഭാവി കാലങ്ങളെ പറ്റി പറയുന്നതായ ശുശ്രൂഷയാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ഒന്നാമതായി ഫോർടെല്ലിംഗ് ആണെങ്കിൽ ഇവിടെ രണ്ടാമതായി ഫോർടെല്ലിംഗ് ആണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. വാക്യം 22 മുതൽ 31 വരെ. ഹല്ലേലൂയ, സ്തോത്രം. അവിടെ നിന്ന് അങ്ങോട്ട് ആരംഭിക്കുകയാണ്. ദൈവം പ്രവാചകനെ, ഹല്ലേലൂയ, സ്തോത്രം, ഇസ്രയേലിനുണ്ടാകുവാൻ പോകുന്ന വലിയ അനുഗ്രഹത്തെ പറ്റി പറയുന്നതാണ്. യഹൂദിന്റെ ഇപ്പോഴുള്ള യഥാസ്ഥാന അവസ്ഥയാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. 1917 മുതൽ തുർക്കികളായ ഒറ്റാമൻ ജാതികളിൽ നിന്നും പലസ്തീൻ നാട് പിടിച്ചെടുത്ത് യഹൂദനെ അവിടെ പാർക്കുവാൻ അവസരം ലഭിച്ച കാലം തുടങ്ങി കർത്താവിന്റെ സഹസ്രാബ്ദ വാഴ്ച വരെയുള്ളതായ അവസ്ഥയാണ് 34-ാം അധ്യായത്തിന്റെ 22 മുതൽ 31 വരെയും മുന്നോട്ടുള്ള അധ്യായങ്ങളിലും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ദൈവീക പദ്ധതിയുടെ വലിയ വെളിപ്പാടാണ് 34-ാം അധ്യായത്തിന്റെ. ഹല്ലേലൂയ, ഭാവികാല വെളിപ്പാടാണ് 34-ാം അധ്യായത്തിന്റെ 2-ാം ഭാഗത്ത് കാണുവാൻ സാധിക്കുന്നത്. വാക്യം 26, 27 ദേശത്തുണ്ടാകുന്ന സമൃദ്ധിയാണ്. ഒരുവനെ ദൈവം അനുഗ്രഹിക്കുമ്പോൾ
ഏതെല്ലാം വിധത്തിലാണ് അനുഗ്രഹിക്കുന്നത് എന്ന് 34 അധ്യായത്തിന്റെ 22 മുതൽ 31 വരെയും 36, 37, 38, 39 അങ്ങ് 48 അധ്യായം വരെയും വായിച്ചാൽ നമ്മുടെ ഹൃദയം കുളിർക്കത്തക്കവണ്ണമുള്ള അനുഗ്രഹമാണ്. ദൈവം നിന്നെ അനുഗ്രഹിക്കുമ്പോൾ 4 ദേശത്തുകൂടെ അനുഗ്രഹിക്കുന്നത് കാണുവാൻ സാധിക്കും. യോബിനെല്ലാം പോയി എന്ന് തോന്നി, എന്നാൽ ദൈവം അവന് ഇരട്ടി അനുഗ്രഹങ്ങൾ കൊടുത്തപ്പോൾ അവൻ എല്ലാത്തിനും ഇരട്ടി അനുഗ്രഹങ്ങൾ കൊടുത്തു. അവന് 10 മക്കളെ കൂടെ കൊടുത്തു. മരിച്ചുപോയ 10 മക്കൾ സ്വർഗത്തിൽ, ജീവനോടെ 10 മക്കൾ ഭൂമിയിൽ. അങ്ങനെ 20 മക്കളാണ് ഇയ്യോബിന് ലഭിച്ചത്. ഹല്ലേലൂയ, സ്തോത്രം. ഇയ്യോബിന്റെ ധനം ഇരട്ടിയായി, ഇയ്യോബിന്റെ ഫ്രണ്ട്ഷിപ്പ് ഇരട്ടിയായി, ഇയ്യോബിന്റെ മാനം ഇരട്ടിയായി, സകലത്തിലും ഇരട്ടി ഇയ്യോബിന് കൊടുത്തു. ഈവൻ അവന്റെ ആയുസ് പോലും ഇരട്ടിയായി എന്ന് നമുക്ക് പഠിക്കുമ്പോൾ കാണാനായിട്ട് സാധിക്കും. ചില വേദവിദ്യാർത്ഥികൾ ഇയ്യോബിനെ ഇരട്ടിയായി കിട്ടിയപ്പോൾ അവന്റെ ബുദ്ധി പോലും ഇരട്ടിയായി കിട്ടിയെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ദൈവം നിന്നെ ഇരട്ടി അനുഗ്രഹങ്ങൾ കൊണ്ട് അനുഗ്രഹിക്കുമ്പോൾ ഈ ഭൂമിയിലെ $10 മാത്രമൊന്നുമല്ല, ഹല്ലേലൂയ, എല്ലാ വശത്തുകൂടെയുമാണ് നിന്നെ അനുഗ്രഹിക്കുന്നത്. നിന്റെ ശാരീരികമായ അനുഗ്രഹം, നിന്റെ തലമുറകളുടെ മേലുള്ള അനുഗ്രഹം, നിന്റെ പ്രൊട്ടക്ഷൻ, ഹല്ലേലൂയ, നിന്റെ ഭവനത്തിനകത്ത്, നിന്റെ ഭവനത്തിന്റെ പുറത്ത്, നീ ജോലി ചെയ്യുന്നിടത്ത്, ഹല്ലേലൂയ, നീ പോകുന്ന സകലത്തിലും കർത്താവിന്റെ സമൃദ്ധി അനുഭവിക്കുകയാണ്. അത് ആയുസ്സിനോടുള്ള ബന്ധത്തിൽ, ആരോഗ്യത്തോടുള്ള ബന്ധത്തിൽ, തലമുറയോടുള്ള ബന്ധത്തിൽ, മാനത്തിനോടുള്ള ബന്ധത്തിൽ, സകലത്തിലും കർത്താവിന്റെ ഇരട്ടിയ അനുഗ്രഹത്തിന്റെ വാഗ്ദത്വമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് എന്നോർത്തുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ താണിരിക്കണം. അത് നാം ഓർത്തിരിക്കരുത്. ഈ ഇരട്ടി അനുഗ്രഹം പ്രാപിക്കുമ്പോൾ അടികൊള്ളുന്നതിന്റെ കാരണം നാം അങ്ങ് ഞെളിഞ്ഞു പോകും, നാം അങ്ങ് അഹങ്കരിച്ചു പോകും. ഓ, ഇതെല്ലാം എന്റേതാണല്ലോ എന്നൊരു തോന്നലുണ്ടാകും. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് ഞെളിയാതെ ഭയപ്പെടുക എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ പത്രോസ് പറയുന്നത് അവന്റെ ബലമുള്ള ഭുജത്തിൽ അമർന്നിരിക്കുക, അവൻ തക്ക സമയത്ത് നിന്നെ ഉയർത്തും. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ അമർന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ, താഴ്മയോടിരിക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഉയർച്ച ലഭിക്കുകയുള്ളൂ. ഹല്ലേലൂയ, സ്തോത്രം. 22 വാക്യം മുതൽ 31 വാക്യം വരെ 34 അധ്യായത്തിൽ ദേശത്തിന്റെ സമൃദ്ധി 26, 27 സമാധാനവും അനുഗ്രഹവും ഇരട്ടിയായി ലഭിക്കുകയാണ്. 25, 26 വാക്യങ്ങൾ ദാവീദിൻ ഉയർത്തെഴുന്നേൽക്കുന്നു. 4 ഇടങ്ങളിലാണ് ദാവീദ് മഹാരാജാവ് വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ഇസ്രയേലിനെ ഭരിക്കുന്നത് എഴുതിയിരിക്കുന്നത്. അത് 34 അധ്യായത്തിൽ പറയുന്നു, 37 അധ്യായത്തിലും പറയുന്നത് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ. നിന്റെ, ഹല്ലേലൂയ, സ്തോത്രം, അനുഗ്രഹം എന്ന് പറയുന്നത് ഈ ഭൂമിയിൽ 10 സെന്റ് വസ്തു ഉള്ളത് മാത്രമല്ല, നിത്യനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്നു കൊണ്ട് അനുഗ്രഹങ്ങൾ പ്രാപിച്ച് സ്വർഗത്തിലെ നിത്യ അനുഗ്രഹമാണ് നിന്റെ അനുഗ്രഹം. ദാവീദേ, നിന്റെ ഉടമ്പടിയിലുള്ള അനുഗ്രഹം എന്ന് പറയുന്നത് നിന്റെ 70 വയസ്സാണ് ദാവീദ് ഭൂമിയിൽ ജീവിച്ചത്. 70 വയസ്സ് വരെയുള്ള അനുഗ്രഹമല്ല. ഹല്ലേലൂയ, അത് അനുഗ്രഹമാണ്. എന്നാൽ ഹല്ലേലൂയ, ഭാവിയിൽ നിത്യമായുള്ള അനുഗ്രഹമാണ് നിനക്കുള്ളത്. നിന്റെ തലമുറയിൽ നിന്നും ജനിക്കുന്ന, ഹല്ലേലൂയ, യേശു മശിഹ ലോകരക്ഷിതാവായി വരും. ഹല്ലേലൂയ. നമ്മുടെ തലമുറയിൽ നിന്നും കർത്താവിനെ സേവിക്കുന്ന ഒരു ഭക്തനെ, ഒരു ഭക്തയെ കർത്താവ് വേർതിരിച്ച് വിളിച്ച് കർത്താവിന്റെ നാമത്തിന് മഹത്വമായി നിൽക്കുമാറാകട്ടെ. ഹല്ലേലൂയ, സ്തോത്രം. ഇങ്ങനെ ദാവീദ് ഉയർത്തെഴുന്നേൽക്കുന്നു. അത് നമുക്ക് 23, 24 വാക്യങ്ങളിൽ കാണുവാനായി സാധിക്കും. സാധുക്കളായ ഇസ്രയേലിന്റെ രക്ഷ 34 അധ്യായത്തിന്റെ 2 ഭാഗത്ത് വളരെ വ്യക്തമായി കാണുന്നു. 34 അധ്യായത്തിന്റെ 1 മുതൽ 21 വരെയുള്ള ഭാഗങ്ങളിൽ സാധുക്കളായ ഇസ്രയേൽ മക്കളെ ദണ്ഡിപ്പിക്കുന്ന മത നേതാക്കന്മാരെ കാണുമ്പോൾ 34ന്റെ 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് അവർക്ക് വേണ്ടി എഴുന്നേറ്റ് അവരുടെ ഉയർച്ചയാണ് കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. 5-ാമതായി നിത്യമായ ദൈവ സാന്നിധ്യമാണ്.
അനുഭവിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. 30-31 വാക്യങ്ങൾ നാം വായിച്ചതാണല്ലോ. വലിയ സമൃദ്ധി, കർത്താവ് അവരുടെ ഇടയിൽ വസിച്ചുകൊണ്ടുള്ളതായ വലിയ സമൃദ്ധിയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. 35-ാം അധ്യായം ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കാമോ? സമയമുണ്ട് എങ്കിൽ നമുക്ക് അതിനകത്തൂടെ ഒന്ന് നോക്കാം. 35-ാം അധ്യായം, അതിന് 15 വാക്യങ്ങളുണ്ട്. അത് മുഴുവനും വായിച്ചില്ല എങ്കിൽ തന്നെയും വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സെയീർ പർവ്വതത്തിന് നേരെ മുഖം തിരിച്ച് അതിനെ കുറിച്ച് പ്രവചിച്ച് അതിനോട് പറയേണ്ടത്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സെയീർ പർവ്വതമേ, ഞാൻ നിനക്ക് വിരോധമായിരിക്കുന്നു. ഞാൻ നിന്റെ നേരെ കൈ നീട്ടി നിന്നെ പാഴും ശൂന്യവുമാക്കും. ഞാൻ നിന്റെ പട്ടണങ്ങളെ ശൂന്യമാക്കും. നീ പാഴായി തീരും. ഞാൻ യഹോവയെന്ന് നീ അറിയും. നീ നിത്യവൈരം ഭാവിച്ചു. ഇസ്രായേൽ മക്കളുടെ അന്ത്യാകൃത്യകാലമായ അവരുടെ ആപത്ത് കാലത്ത് അവരെ വാളിനെ ഏൽപ്പിച്ചുവല്ലോ. അതുകൊണ്ട് എന്നാണ് ഞാൻ നിന്നെ രക്തമാക്കി തീർക്കുകയും രക്തം നിന്നെ പിന്തുടരുകയും ചെയ്യും. അതേ, രക്തം നീ വെറുത്തിരിക്കുന്നു, രക്തം നിന്നെ പിന്തുടരുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അങ്ങനെ ഞാൻ സെയീർ പർവ്വതത്തെ പാഴും ശൂന്യവുമാക്കി ഗതാഗതം ചെയ്യുന്നവരെ അതിൽ നിന്ന് ഛേദിച്ചു കളയും. ഞാൻ അതിന്റെ മലകളെ നിഹതന്മാരെ കൊണ്ട് നിറയ്ക്കും. നിന്റെ കുന്നുകളിലും താഴ്വരകളിലും നിന്റെ സകല നദികളിലും വാളാൽ നിഹതന്മാരായവർ വീഴും. ഞാൻ നിന്നെ ശൂന്യങ്ങളാക്കും. നിന്റെ പട്ടണങ്ങൾ നിവാസികൾ ഇല്ലാതെ ആയിരിക്കും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. യഹോവ അവിടെ ഉണ്ടായിരിക്കെ ഈ ജാതി രണ്ടും ഈ ദേശം രണ്ടും എനിക്കുള്ളവയാകും. ഞങ്ങൾ അത് കൈവശമാക്കും എന്ന് നീ പറഞ്ഞിരിക്കൊണ്ട് എന്നാണ് നീ അവരോട് എന്റെ ദേശം ഹേതുവായി കാണിച്ചിരിക്കുന്ന കോപത്തിനും അസൂയയ്ക്കും തക്കവണ്ണം ഞാനും പ്രവർത്തിക്കും. ഞാൻ നിനക്ക് ന്യായം വിധിക്കുമ്പോൾ ഞാൻ അവരുടെ ഇടയിൽ എന്നെ തന്നെ വെളിപ്പെടുത്തും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇസ്രായേൽ പർവ്വതങ്ങൾ ശൂന്യമായിരിക്കുന്നു, അവ ഞങ്ങൾക്ക് ഇരയായി നൽകപ്പെട്ടിരിക്കുന്നു എന്നിങ്ങനെ അവയെക്കുറിച്ച് നീ പറഞ്ഞിരിക്കുന്ന ദൂഷണങ്ങളെ ഒക്കെയും യഹോവയായ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് നീ അറിയും. നിങ്ങൾ വായ് കൊണ്ട് എന്റെ നേരെ വമ്പു പറഞ്ഞ് എനിക്ക് വിരോധമായി നിങ്ങളുടെ വാക്കുകളെ പെരുക്കി ഞാൻ അത് കേട്ടിരിക്കുന്നു. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു, സർവഭൂമിയും സന്തോഷിച്ചു കൊണ്ടിരിക്കെ ഞാൻ നിന്നെ ശൂന്യമാക്കും. ഇസ്രായേൽ ഗൃഹത്തിന്റെ അവകാശം ശൂന്യമായതിൽ നീ സന്തോഷിച്ചുവല്ലോ. ഞാൻ നിന്നോടും അതുപോലെ ചെയ്യും. സെയീർ പർവ്വതവും എല്ലാ ഏദോമുമായുള്ളവരെ നീ ശൂന്യമായി പോകും. ഞാൻ യഹോവയെന്ന് അവർ അറിയും. നമ്മിത് വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒരു വിറയലുണ്ടാകും. ഇത്ര വലിയ ന്യായവിധിയുടെ ദൂതാണ് ഏദോമിന് അഥവാ ഏശാവിന്റെ തലമുറയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്നത്. 34-ാം അധ്യായം നാം വായിക്കുന്നതായ സന്ദർഭത്തിൽ വർധനവാണ് കാണുവാൻ സാധിക്കുന്നത്. വർദ്ധിച്ചു വരുത്തുന്നതായ ദൈവത്തെയാണ് കാണുവാൻ സാധിക്കുന്നത്. നേരെ തിരിച്ചാണ് 35-ാം അധ്യായത്തിൽ കാണുവാൻ സാധിക്കുന്നത്. നിങ്ങൾ 35-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും 36-ാം അധ്യായത്തിന്റെ 1-ാം വാക്യവും വായിക്കുന്നതായ സന്ദർഭത്തിൽ ഒരു ഓറക്കിളാണ് അഥവാ ഒരു അരുളപ്പാടിന്റെ 2 ഭാഗമാണ് എന്ന് കാണാനായിട്ട് സാധിക്കും. 2 parts of one oracle. ഒരു ദൈവദൂതിന്റെ 2 ഭാഗമാണ് കാണുവാൻ സാധിക്കുന്നത്. ഞാനിവിടെ വായിക്കാം. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ, മനുഷ്യപുത്ര, നീ സെയീർ പർവ്വതത്തിന്റെ നേരെ മുഖം തിരിച്ച് അതിനെ കുറിച്ച് പ്രവചിച്ച് പറയേണ്ടത്. 36-ാം അധ്യായം. നീയോ മനുഷ്യപുത്ര, ഇസ്രയേൽ പർവ്വതങ്ങളോട് പ്രവചിച്ച് പറയേണ്ടത്. ഇസ്രയേൽ പർവ്വതങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ടാണ് 36-ാം അധ്യായം
ഇസ്രയേൽ പർവ്വത നിരകളോടുള്ള ദൂതാകുന്നുവെങ്കിൽ 35-ാം അധ്യായം ഏദോം പർവ്വത നിരകളോട്, സെയീർ എന്ന് പറയുന്നത് ഏദോമിലാണ്, ഇപ്പോൾ അത് ജോർഡാനിലാണ്. ഹല്ലേലൂയ. ഏദോം, മോവാബ്, അമോരിയര്, ഈ 3 രാജ്യങ്ങൾ പഴയ നിയമത്തിൽ നാം കാണുന്നത് ഇന്നത്തെ നമ്മുടെ പ്രസന്റ് കാലത്ത് ജോർഡാൻ എന്ന രാജ്യത്തിലാണ് എന്ന് നമുക്ക് ഇസ്രയേലിന്റെ നേബർ രാജ്യമാകുന്ന ജോർഡാനിലാണ് ഈ 3 രാജ്യങ്ങളെയും കാണുവാൻ സാധിക്കുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. പലസ്തീൻ നാട് സഞ്ചരിക്കുവാൻ പോകുന്നവർക്ക് ഏദോമിൽ പോകുവാൻ അഥവാ ജോർഡാനിൽ പോകുന്ന സന്ദർഭത്തിൽ എല്ലാ ട്രിപ്പുകളും ചിലപ്പോൾ പോയെന്ന് വരത്തില്ല. ചില ട്രിപ്പുകൾ ഏദോമിലുള്ളതായ, കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഓർപ്പിച്ചതായ പെട്ര ഏദോമിലാണ്. ആ പെട്രയിലൊക്കെ കൊണ്ടുപോവുകയും വരും കാലത്തെ ഒരു ചെറിയ വഴിയിൽ കൂടെ അവർ കടന്നുപോയി അകത്ത് ചെല്ലുമ്പോൾ ഒരു വലിയ ദേശമായി കാണാനായിട്ട് സാധിക്കും. അവിടെ ആയിരിക്കും എതിർ ക്രിസ്തുവിന്റെ ഭരണത്തിന്റെ 2ാം കാലത്ത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു പറയുന്നത് പോലെയും അപ്പോസ്തലനായ യോഹന്നാൻ വെളിപ്പാടിൽ കണ്ടതുപോലെയും ഒക്കെയും ഏദോമിൽ പോയി ഇശയ്യാവ് പറയുന്നുണ്ട് അവർക്കൊരു സങ്കേത നഗരം ലഭിക്കുന്നത് കാണുവാൻ സാധിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. അവിടുത്തെ പറ്റിയാണ് ഈ 35-ാം അധ്യായത്തിൽ പറയുന്നത്. ഞാൻ നിങ്ങളോട് ഈ 35-ാം അധ്യായം വിശദീകരിക്കുവാൻ ഇന്ന് സമയമില്ലാത്തതിനാൽ ഞാൻ ഒരു സംഭവ ചരിത്രം പറയാം. അത് നിങ്ങളുടെയും എന്റെയും ആത്മീക ജീവിതത്തിന് അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്റെ മുമ്പിൽ 5 മിനിറ്റ് കൂടെ ഉള്ളു. ഞാൻ നോക്കിയപ്പോൾ അതുകൊണ്ടാണ് ഇതിന്റെ വ്യാഖ്യാനത്തിലേക്ക് പോകാതെ ഈ സംഭവകഥ പറയുവാൻ തക്കവണ്ണം ഏദോമിനോടുള്ള ബന്ധത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ സംഖ്യാപുസ്തകം വായിക്കുക. സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്നും വാഗ്ദത്ത ദേശത്തേക്ക് ഇസ്രയേൽ മക്കൾ പോകുന്നതായ സന്ദർഭത്തിൽ യഹോവയായ ദൈവം മോശയോട് പറഞ്ഞു, മോശ, നീ ഒരു കാര്യം ചെയ്യണം. നീ ഇപ്പോൾ ഏദോം ദേശത്തൂടെ കടന്നു പോകുവാൻ പോകുന്നതായ സന്ദർഭത്തിൽ അവർ നിനക്കെതിരെ കടന്നു വരും. നീ അവരോട് യുദ്ധത്തിന് പോകരുത്, നീ ഒഴിഞ്ഞു മാറിക്കോണം. ഏദോം ദേശം മുഴുവൻ ഞാൻ ഏശാവിന്റെ തലമുറയ്ക്കും ഏശാവിനും കൊടുത്തിരിക്കുന്നതാണ്. അതിലൊരു കാലടി പോലും ഞങ്ങൾ നിനക്ക് തരികയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. യഹോവയായ ദൈവം എന്ത് മോശയോട് കൽപ്പിച്ചുവോ അതുപോലെ മോശയും ഇസ്രയേൽ മക്കളും കേട്ടു. ഏദോമിൽ കൂടെ കുറുകെ ചാടി പോകാമെങ്കിൽ ഇസ്രയേൽ മക്കൾക്ക് ഈ 40 വർഷം ഒന്നും ഇങ്ങനെ വട്ടം തിരിഞ്ഞ് നടക്കണ്ടായിരുന്നു. ഹല്ലേലൂയ. പെട്ടെന്ന് ഹല്ലേലൂയ വാഗ്ദത്ത ദേശത്ത് ചെല്ലാമായിരുന്നു. ഏദോമിൽ ചെന്നപ്പോഴേക്കും പറഞ്ഞു, നിന്റെ സഹോദരനായ ഇസഹാക്കിന്റെ മക്കളാണ് വന്നിരിക്കുന്നത്. മിസ്രയീമിൽ ഞങ്ങൾ കഷ്ടപ്പെട്ട് വളരെ ദുഃഖത്തിലായിരുന്നു. ദൈവം ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി വന്ന് വിടുവിച്ചു. ഇപ്പോൾ നിന്റെ ദേശത്ത് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നു. നിന്റെ ദേശത്തൂടെ ഞങ്ങൾ നടന്നു പോകാൻ അനുവാദം തരണം. നിന്റെ ദേശത്തിലെ ഭക്ഷണങ്ങളോ വസ്തുവകളോ ഒന്നും ഞങ്ങൾ എടുക്കത്തില്ല. വെള്ളം കുടിക്കുകയാണ് എങ്കിൽ അതിന് ഞങ്ങൾ വില തരികയും ചെയ്യാം. ഞങ്ങൾ രാജപാതയിൽ കൂടെ മാത്രമേ നടക്കുകയുള്ളൂ. കിങ്സ് വേ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന, മലയാളത്തിൽ രാജപാത എന്നാണ്. രാജപാത അന്നത്തെ കാലത്ത് എല്ലാ രാജ്യത്തും ഉള്ളവർക്ക് പോകുവാനുള്ളതായ വേ ആണ്. ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് പോകുവാനുള്ള വഴിയാണ്. ആ വഴിയെ ഞങ്ങൾ പൊക്കോളാമെന്ന് പറഞ്ഞു. ഏതോ സമ്മതിച്ചില്ല. വാളും വടിയുമായിട്ട് വന്നു. നീ ഇവിടെ കാല് കുത്തിയാൽ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞു. അവരോട് യുദ്ധത്തിന് പോകരുത് എന്ന് ദൈവം പറഞ്ഞത് കൊണ്ട് ഹല്ലേലൂയ മോശയും കൂട്ടരും യുദ്ധത്തിന് പോയില്ല. ഈസിയായിട്ട് അവരെ മോശയ്ക്ക് തോൽപ്പിക്കാമായിരുന്നു. കാരണം മോവാബിയരെയും അമോരിയരെയും വന്നവരെ എല്ലാം തോൽപ്പിച്ചു. ഇവരെയും തോൽപ്പിക്കുന്ന വലിയ ഇഷ്യൂ അല്ലായിരുന്നു. എന്നാൽ അവരോട് യുദ്ധത്തിന് പോകരുതേ എന്ന് ദൈവം കൽപ്പിച്ചത് കൊണ്ട് യുദ്ധത്തിന് പോയില്ല. അവരെ തടയുന്നത് കാണുവാൻ സാധിക്കും. അതിനൊരു കാരണമുണ്ട്. മിസ്രയീമിൽ നിന്ന് ഇവർക്ക് എൻവോയ് വന്നു. എന്താണ് വന്നത്? ഇവന്മാർ വരുന്നുണ്ട്, ഇവിടെ അടിമകളായിരുന്നു, ഇവർ ഈ ദേശത്തൂടെ വരുന്നുണ്ട്, അവരെ കടത്തി വിടല്ലേ എന്ന് മിസ്രയീം ഫറവോൻ പറഞ്ഞു. അപ്പോൾ ഈ ഫറവോന്റെ വാക്കാണ് കേട്ടത്, ദൈവത്തിന്റെ വാക്ക് കേട്ടില്ല. നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വരളപ്പാടാണ് കേൾക്കേണ്ടത്. ദൈവമക്കൾക്ക് അനുഗ്രഹമായിട്ടുള്ള കാര്യങ്ങളാണ് എടുക്കേണ്ടത്. കാലങ്ങൾ കഴിഞ്ഞു. ഏതാണ്ട്
ഏതാണ്ട് 1000 ചില്ലുവാനും വർഷങ്ങൾ കഴിഞ്ഞു. 1000 ചില്ലുവാനും വർഷങ്ങൾ കഴിഞ്ഞതായ സന്ദർഭത്തിൽ നെബൂഖദ്നേസർ ചക്രവർത്തിയായിട്ട് ഇങ്ങനെ വരികയാണ്. വരുമ്പോൾ ഈജിപ്തിനെ പിടിച്ചടക്കിയില്ല. ഈജിപ്തിനോട് ജയിക്കുകയൊക്കെ ചെയ്തെങ്കിൽ തന്നെയും പൂർണ്ണമായി പിടിച്ചടക്കിയില്ല. അതിനെ പിടിച്ചടക്കുവാൻ തക്കവണ്ണം മുമ്പോട്ട് ഇറങ്ങുന്നതായ സന്ദർഭത്തിൽ ഏദോമിൽ കൂടെ വേണം പോകാൻ. ഏദോമിൽ കൂടെ പോകുവാൻ തക്കവണ്ണം നെബൂഖദ്നേസറും കൂട്ടരും കൂടെ ജോർദാനിലെ ഏദോമിലോട്ട് ചെല്ലുന്ന സമയത്ത് ഈജിപ്തിലെ രാജാവ് പഴയതിന്റെ കൂട്ടം പറഞ്ഞു, ഇവന്മാരെ ഒന്നും അങ്ങോട്ട് കടത്തി വിടല്ലേ, ഞങ്ങളുടെ സപ്പോർട്ട് നിനക്കുണ്ട് എന്ന് പറഞ്ഞു. പണ്ട് ഇസ്രയേൽ മക്കളെ തടഞ്ഞു വെച്ചതുപോലെ നെബൂഖദ്നേസറിനെ ഏദോമിൽ തടഞ്ഞു. ഏദോമിൽ തടഞ്ഞപ്പോൾ നെബൂഖദ്നേസർ എന്ത് ചെയ്തെന്നറിയാമോ? ഇവരെ വാളിന്റെ വായ്ത്തലയ്ക്ക് വെട്ടി തകർത്തു. ദൈവ പൈതലേ, ഹല്ലേലൂയ, സ്തോത്രം. നിനക്കെതിരായി ഉയരുന്ന ഒരായുധവും ഫലിക്കയില്ല. ഹല്ലേലൂയ. നിന്നോട് ഇന്ന് പോരാടുന്നവരോട് നീ വഴക്കിനും വയ്യാവേലിക്കും ഒന്നും പോകണ്ട, ദൈവം പോരാടിക്കൊള്ളും. അത് ഒരു ഭാഗം. അതിന്റെ രണ്ടാം ഭാഗം പറയാം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുന്നതിന് മുമ്പേ ഏത് ക്രിസ്തു ഭരിക്കുന്ന കാലത്ത് ഹല്ലേലൂയ ഇസ്രയേൽ മക്കൾക്ക് ഒരു സങ്കേത നഗരം യഹോവയായ ദൈവം അവരെ ഒരിക്കൽ കടത്തി വിടാത്തതായ ഏദോമിൽ പെട്രായിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവത്തെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇതാണ് സംഭവ ചരിത്രം. നിനക്ക് വേണ്ടി ദൈവം പ്രവർത്തിക്കും. തിരുസഭ സ്വർഗത്തിലേക്ക് ഉൽപ്രാപണം ചെയ്യുമ്പോൾ കർത്താവ് മേഘത്തിൽ വന്നിട്ട് മധ്യാകാശത്തിൽ വന്നാണ് സഭയെ സ്വീകരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്കറിയാം മിഡ്ഡെയറിലുള്ളതായ സ്വർലോകത്തിലെ ദുഷ്ടാത്മസേന അതെല്ലാം നിൽക്കുമ്പോഴാണ് കർത്താവിന്റെ മണവാട്ടി സഭയെ അവിടെ വെച്ച് ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന കർത്താവ് ഹല്ലേലൂയ സ്വീകരിക്കുകയും പിന്നെ സ്വർഗസിയോനിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഹല്ലേലൂയ. ശത്രുക്കളെ കണ്ടു ഭയപ്പെടരുത്. ഇന്ന് നിനക്കെതിരായി വാട കോരുന്നവരോട് നീ വഴക്കിനും വയ്യാവേലിക്കും പോകരുത്. ദൈവസന്നിധിയിൽ നിലവിളിക്കുക മാത്രം ചെയ്താൽ മതി. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. 35-ാം അധ്യായത്തിന്റെ 36-ാം അധ്യായത്തിന്റെ വ്യാഖ്യാനം അടുത്ത ആഴ്ച നാം ചെയ്യുന്നതായിരിക്കും. കർത്താവ് നിങ്ങളോടുകൂടെ ഇരിക്കട്ടെ. എല്ലാ സന്ധ്യാവന്ദനവും അനുഗ്രഹവും നേരുന്നു. താങ്ക് യു.